തിരുവനന്തപുരം മേലാറന്നൂർ പാറച്ചിറ ശ്രീഭദ്രകാളി ക്ഷേത്രത്തിന് മുൻപിൽ കോഴി മാലിന്യം തള്ളി സാമൂഹ്യ വിരുദ്ധർ. സംഭവത്തിൽ റോഡ് ഉപരോധിച്ച് നാട്ടുകാർ പ്രതിഷേധിക്കുകയാണ്. നാട്ടുകാരും പോലീസുമായി തർക്കം ഉടലെടുത്തിട്ടുണ്ട്. കോർപ്പറേഷൻ പരിധിയിൽ മുൻപും സമാന രീതിയിൽ മാലിന്യം സംസ്കരിച്ചിരുന്നതായി നാട്ടുകാർ ആരോപിച്ചു. അധികാരികളെ അറിയിച്ചുവെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ല എന്നും നാട്ടുകാർ പറയുന്നുണ്ട്. സംഭവസ്ഥലത്ത് നിന്ന് ശ്രീനന്ദ ചേരുന്നു. ശ്രീനന്ദ, എന്താണ് നിലവിലെ അവിടുത്തെ അവസ്ഥ? രാഖി പറഞ്ഞതുപോലെ തന്നെ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിന് സമീപമായാണ് ഇങ്ങനെ ഒരു അമ്പലത്തിന് മുന്നിൽ പാച്ചിറ ശ്രീ ഭദ്രകാളി ദേവി ക്ഷേത്രത്തിന് മുന്നിലാണ് ഇങ്ങനെ കോഴി മാലിന്യം കൊണ്ട് നിക്ഷേപിച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെ 4 മണിയോട് കൂടിയാണ് കുറച്ച് സാമൂഹ്യ വിരുദ്ധർ ഓട്ടോയിലെത്തി ഇവിടെ മാലിന്യം നിക്ഷേപിച്ചത്. മുൻപും സമാന രീതിയിൽ ഇവിടെ മാലിന്യം നിക്ഷേപിച്ചതായാണ് നാട്ടുകാർ പറയുന്നത്. എന്തായാലും ഇവിടെ മുൻപും ഇപ്പോൾ അമ്പലത്തിൽ പൂജകൾ നടക്കേണ്ട സമയമാണ്. ഇതെല്ലാം നിർത്തിവെക്കേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. നാട്ടുകാർ ഇപ്പോൾ റോഡ് ഉപരോധിച്ചുകൊണ്ടിരിക്കുകയാണ്. മുൻപും സമാന രീതിയിൽ പ്രശ്നം നടന്നു കോർപ്പറേഷനും അതുപോലെ തന്നെ മറ്റ് അധികാരികൾക്കും പരാതി നൽകിയെങ്കിലും യാതൊരുവിധ നടപടികളും ഉണ്ടായില്ല എന്ന് നാട്ടുകാർ പറയുന്നു. സമാനമായ രീതിയിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ കൗൺസിലർ പോലും ആ സമയത്ത് ഇവിടെ എത്താനുള്ള ഒരു മനോഭാവമില്ല എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാം എന്നൊരു കാര്യമാണ് പറഞ്ഞത്. എന്നാൽ അതിന് സാധ്യമല്ല. തങ്ങൾ എന്തായാലും റോഡ് ചോദിക്കും. ഈ ഒരു പ്രശ്നം സമാനമായൊരു പ്രശ്നം മുൻപും ഉണ്ടായിരുന്നു. ഈ ഒരു പ്രശ്നം ഉണ്ടായതിൽ പ്രതിഷേധം ശക്തമാണ്. കാരണം ഇവിടെ അമ്പലത്തിന്റെ തൊട്ടടുത്തുള്ള കിണറ്റിൽ പലതവണയായി മാലിന്യങ്ങൾ ഇവിടെ നിക്ഷേപിക്കുന്നത് കാരണം കാക്കകളും പക്ഷികളും ചേർന്ന് ഈ മാലിന്യങ്ങൾ കൊണ്ട് ഇപ്പോൾ കൗൺസിലർ പോലീസിനോട് സംസാരിക്കുന്ന ദൃശ്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ക്യാമറ ഇവിടെ വെക്കണം എന്നുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ ഇവിടുത്തെ കൗൺസിലർ ക്യാമറ എന്തായാലും ഉടൻ തന്നെ വെക്കും. മുൻപും ഇവിടെ ക്യാമറ വെക്കാമെന്നുള്ള ഒരു വാഗ്ദാനം ഒക്കെ നൽകിയിരുന്നെങ്കിലും അതൊന്നും തന്നെ പ്രാവർത്തികമായിരുന്നില്ല. എന്തായാലും ഇപ്പോൾ ഇവിടെ നാട്ടുകാർ എല്ലാവരും കൂടെ ചേർന്ന് റോഡ് ഉപരോധിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു റോഡ് ഉപരോധം നീക്കം ചെയ്യാനുള്ള നടപടികൾ ഇപ്പോൾ ആരംഭിക്കുകയാണ്. കാരണം ഇനി ഇവിടെ ക്യാമറ നിൽക്കും, അതുപോലെ തന്നെ മറ്റു നടപടികളൊക്കെ തന്നെ ഉണ്ടാകും. ഇങ്ങനെ ഒരു പ്രശ്നം ഇനി ഈ ഒരു പരിസരത്ത് ഉണ്ടാകില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുക. നമുക്ക് ചോദിക്കാം, ചേട്ടാ, എന്താണ് ഇപ്പൊ ഇവിടെ നിങ്ങൾ റോഡ് ഉപരോധം നിർത്താനാണോ ഉദ്ദേശിച്ചത്? കൗൺസിലറും പോലീസും അടക്കം നമുക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. ഇനി നിരന്തരം ഇങ്ങനെ ഒരു ശല്യം ഉണ്ടാവില്ല, ഇത് ക്ലിയർ ആയി തരാമെന്ന് പറഞ്ഞ് ഒരു മേലാണ് ഉപരോധം അവസാനിപ്പിക്കുന്നത്. ഇനി ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ കോവിൽ കമ്മിറ്റിയും നാട്ടുകാരും എന്നുള്ള രീതിയിൽ നമ്മൾ ഹെൽത്ത് ഇൻസ്പെക്ടറടക്കം നമ്മൾ ഉപരോധിക്കുന്ന രീതിയിലേക്ക് നമ്മൾ തുടർ സമര പരിപാടികളിലേക്ക് നമ്മൾ പോകും. അതിലൊരു മാറ്റമൊന്നും ഉണ്ടാവില്ല. ഇതിന് ശാശ്വതമായ ഒരു പരിഹാരമാണ് നമുക്ക് ആവശ്യം. വേസ്റ്റ് മാലിന്യങ്ങളൊക്കെ നീക്കം ചെയ്യാൻ വേറെ കോർപ്പറേഷനിൽ നിന്ന് ആൾക്കാരോ നിങ്ങൾ തന്നെയാണ് ഇതെല്ലാം നീക്കം ചെയ്യാൻ? കോർപ്പറേഷൻ ആൾക്കാർ വന്നിട്ടുണ്ട്, ശക്തമായ ഒരു പരിഹാരം അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ രീതിയിൽ മുന്നോട്ട് ക്യാമറ വെക്കാമെന്ന് മുൻപും പറഞ്ഞ വാഗ്ദാനങ്ങളാണ്. അപ്പൊ ഇനിയും അത് പ്രാവർത്തികമാകുമെന്ന് ഉണ്ടായി കഴിഞ്ഞാൽ ഞങ്ങൾ ചിലപ്പോൾ ഇതുപോലെ മാറ്റി കൊടുക്കണമെന്നില്ല. ഞങ്ങൾ ഇവിടെ തന്നെ ഇരിക്കും. എന്ത് കേസ് വന്നാലും ഞങ്ങൾ അതുമായി മുമ്പോട്ട് പോകും. സമാധാനപരമായി പിരിയാനാണ്. ഇനി ഉണ്ടായി കഴിഞ്ഞാൽ ഞങ്ങൾ ആ രീതിയിൽ മുന്നോട്ട് പോകും. തീർച്ചയായിട്ടും ഇപ്പോൾ ഇവിടെ കോർപ്പറേഷൻ ഈ ഒരു മാലിന്യം നീക്കം ചെയ്യുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 4 വലിയ കവറുകളിലായാണ് ഒരു കോഴി മാലിന്യം രാവിലെ 4 മണിയോട് കൂടി കൊണ്ട് നിക്ഷേപിച്ചിരിക്കുന്ന ഒരു അവസ്ഥയുണ്ടായത്. എന്തായാലും ഇപ്പോൾ ഇത് ഇവിടെ നിന്ന് നീക്കം ചെയ്യുകയാണ്. ഒരുപാട് നാളത്തെ പഴക്കമുള്ള ഒരു സ്മെല്ല് നമുക്കിവിടെ നിൽക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. അത്രയ്ക്ക് സ്മെല്ലാണ് ഇതിൻ്റെ ചുറ്റുപാടും എല്ലാം തന്നെ. എന്തായാലും ഈ ഒരു മാലിന്യം ഇപ്പോൾ നീക്കം ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കോർപ്പറേഷൻ എത്തി മാലിന്യം നീക്കം ചെയ്യുന്നുണ്ട്. എന്തായാലും ഇനി ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകില്ല എന്നൊരു കാര്യമാണ് കോർപ്പറേഷനും അതുപോലെ തന്നെ ഇവിടുത്തെ കൗൺസിലറും പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. എന്തായാലും മാലിന്യം നീക്കം ചെയ്യുന്ന ഒരു കാഴ്ചയാണ്. റോഡ് ഉപരോധം അവസാനിപ്പിച്ചു. ഇനി ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകില്ല എന്നൊരു വാക്ക് നൽകിയിട്ടാണ് ഇപ്പോൾ കോർപ്പറേഷനും അതുപോലെ തന്നെ പോലീസും മടങ്ങാനായി ഇപ്പോൾ നോക്കുന്നത്. തിരുവനന്തപുരം മേലാറന്നൂർ പാറച്ചിറ ശ്രീഭദ്രകാളി ക്ഷേത്രത്തിന് മുൻപിൽ അറവ് മാലിന്യം തള്ളി സാമൂഹ്യ വിരുദ്ധർ. സംഭവത്തിൽ റോഡ് ഉപരോധിക്കുകയായിരുന്നു നാട്ടുകാർ. ഇനി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകില്ല എന്ന അവരുടെ ഉറപ്പിന്മേൽ ഇപ്പോൾ നാട്ടുകാർ പ്രതിഷേധം അവസാനിപ്പിച്ചിട്ടുണ്ട്. കോർപ്പറേഷനിൽ നിന്നുള്ള ജീവനക്കാരെത്തിയാണ് അവിടെ ഇപ്പോൾ മാലിന്യം നീക്കം ചെയ്യുന്നത്. ഇനി യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നുണ്ട് നാട്ടുകാർ. ശ്രീനന്ദയാണ് പ്രദേശത്ത് നിന്ന് നമുക്കൊപ്പം ചേർന്നത്.